കുറച്ച് നാളുകളായി കരാട്ടെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണ്. പക്ഷേ അത് നമ്മളെ കൊണ്ട് സാധിച്ചില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ റാണിയിൽ കരാട്ടയുടെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് പങ്കെടുക്കാം. അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ. ഷിട്ടോറിയോ കരാട്ടെ ഡോ ഇൻ്റർനാഷണൽ സ്പോർട്സ് കരാട്ടെ അക്കാഡമിയുടെ പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഡോജോകളിൽ നിന്നുള്ള കരാത്തെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളുടെ മത്സരമാണ് ഇൻ്റർ ഡോജോ ചാമ്പ്യൻഷിപ്പ് എന്ന നിലയിൽ ഇവിടെ നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് കുട്ടികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്ന്, ഈ പത്തനംതിട്ട ജില്ലയിൽ വരാൻ പോകുന്ന ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ മാസം 20-ാം തീയതി നടക്കുമ്പോൾ അതിന് കുട്ടികളെ പ്രാപ്തരാക്കിയെടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ നിന്ന് വിജയിക്കുന്ന കുട്ടികളെ നവംബറിൽ നടക്കുന്ന നവംബർ 8, 9, 10 തീയതികളിൽ തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കും അവിടെ നിന്നും വിജയിക്കുന്ന കുട്ടികൾക്ക് ഡിസംബർ 12-ാം തീയതി മുതൽ ഡൽഹിയിൽ തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സബ് ജൂനിയർ കരാത്തെ ചാമ്പ്യൻഷിപ്പിലും അതോടൊപ്പം തന്നെ 2025 മെയ് മാസം നടക്കുന്ന സീനിയർ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കുട്ടികളെ പ്രാപ്തരാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ മത്സരത്തിൽ WKFൻ്റെ റൂൾസ് അനുസരിച്ചിട്ടുള്ള മത്സരങ്ങളാണ് പൂർണ്ണമായും നടക്കുന്നത്. ഈ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് AKFൻ്റെ ജഡ്ജസ് ആയിട്ടുള്ളവരും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഔദ്യോഗിക കരാത്തെ സംഘടനയായിട്ടുള്ള കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷൻ്റെ നാഷണൽ തലത്തിൽ ജഡ്ജും റഫറിയും എക്സാമിനേഷൻ പാസ്സായവരുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ കരാത്തയുടെ ഔദ്യോഗിക സംഘടനയായിട്ടുള്ള കരാത്തെ കേരള അസോസിയേഷൻ്റെ ജഡ്ജും റഫറി എക്സാമിനേഷൻ പാസ്സായവരുണ്ട്. അങ്ങനെ നാഷണൽ തലത്തിലും സംസ്ഥാന തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലും മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ളവർ തന്നെയാണ് ഈ ചാമ്പ്യൻഷിപ്പ് ഇവിടെ നിയന്ത്രിക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ഔപചാരികമായിട്ടുള്ള സമാപന സമ്മേളനം വൈകുന്നേരം പത്തനംതിട്ടയുടെ പ്രിയപ്പെട്ട MP ശ്രീ ആൻ്റോ ആൻ്റണി അവർ ഉദ്ഘാടനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ചാമ്പ്യൻഷിപ്പിൽ പത്തനംതിട്ട ജില്ലയുടെ കരാത്തെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള സെൻസൈ പ്രസാദ് മാമ്പറ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സെക്രട്ടറി സെൻസൈ സുനിൽ ഈപ്പുഴ, അതുപോലെ തന്നെ ജില്ലയിലെ കരാത്തയുടെ പ്രധാനപ്പെട്ട ഇൻസ്ട്രക്ടേഴ്സ്, മറ്റ് പൗരപ്രമുഖരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് വിജയിക്കുന്ന കുട്ടികൾക്കുള്ള സമ്മാനദാനം ഉൾപ്പെടെ വൈകുന്നേരം നടക്കുന്നതോടുകൂടി ഈ മത്സരം ഔദ്യോഗികമായി പൂർത്തിയാകും. താങ്ക് യു. നമ്മുടെ സ്കൂളിൻ്റെ, അതായത് ഷിട്ടോറിയോ കരാട്ടെ ഡോ ഇൻ്റർനാഷണൽ സ്പോർട്സ് കരാട്ടെ അക്കാഡമിയുടെ പത്തനംതിട്ട ജില്ലയുടെ ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം ഒരു കാര്യം പറയാനുള്ളത്, പത്തനംതിട്ട ഡിസ്ട്രിക്ട് ചീഫ് ഇൻസ്പെക്ടറായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ സെക്രട്ടറി കൂടെ ആയിട്ടുള്ള ഷാജി ജോസഫ് ഏകദേശം ഈ പത്തനംതിട്ട ജില്ലയിലുള്ള മിക്ക കരാട്ടെ സ്റ്റുഡൻസിനെ ഇവിടെ എത്തിക്കുകയും അതുപോലെ തന്നെ നല്ല പരിശീലനം കൊടുത്ത് നല്ല രീതിയിലുള്ള കത്തയും കുമുട്ടയും ആ കുട്ടികളിൽ നിന്ന് വിജയിക്കുന്ന 2 കുട്ടികളെ, ഒരു പ്രാക്ടീസ് മത്സരമാണ്, അതിൻ്റെ കൂടെ വിജയിക്കുന്ന വിദ്യാർത്ഥികളെ നേരത്തെ പറഞ്ഞതുപോലെ സംസ്ഥാന തലത്തിലും നാഷണൽ തലത്തിലും കുട്ടികളെ ഇറക്കുന്നുണ്ട്. അതിൽ ഇപ്രാവശ്യത്തെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ജഡ്ജിങ് പാസ്സായിട്ടുള്ള കിയോയുടെ ജഡ്ജിങ് പാസ്സായിട്ടുള്ള ബാഡ്ജുള്ള എല്ലാ ജഡ്ജസും റഫറീസും അങ്ങനെ ഉള്ളത്. വളരെ ക്വാളിറ്റിയോട് കൂടിയുള്ള ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇനിയും കുട്ടികൾക്ക് നല്ല അവസരങ്ങൾ ഇതിൽ കൂടെ കിട്ടട്ടെ. കാരണം ഇൻ്റർനാഷണൽ തലത്തിൽ വരെ ഇനിയുള്ള കുട്ടികൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും എല്ലാ വിജയങ്ങളും. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 27 വർഷക്കാലമായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ വളരെ സജീവമായി കരാട്ടെ ക്ലാസ്സുകൾ നടത്തി വരുന്ന ഷിട്ടോറിയോ കരാട്ടെ ഡോ ഇൻ്റർനാഷണൽ സ്പോർട്സ് കരാത്തെ അക്കാഡമിയുടെ പത്തനംതിട്ട ജില്ലയിലെ ഷാജി ജോസഫ് സെൻസയുടെ നേതൃത്വത്തിലുള്ള കുട്ടികളുടെ ഇൻ്റർ ഡോജോ കരാത്തെ ചാമ്പ്യൻഷിപ്പാണ് ഇന്നിവിടെ നടക്കുന്നത്.
ഈ ചാമ്പ്യൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ജില്ലാ കരാത്തെ, പത്തനംതിട്ട ജില്ലാ കരാത്തെ ചാമ്പ്യൻഷിപ്പിലും അതുപോലെ തന്നെ നവംബർ മാസത്തിൽ വരുന്ന സംസ്ഥാന കരാത്തെ ചാമ്പ്യൻഷിപ്പിലേക്കൊക്കെയുള്ള വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുകയാണ്. ഇന്ന് രാവിലെയും വൈകുന്നേരവുമായി നടക്കുന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ ഏകദേശം 400ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു. ഇതിൽ നിന്ന് വിജയികളാവുന്ന വിവിധ കാറ്റഗറിയിൽ നിന്ന് വിജയികളാവുന്ന വിദ്യാർത്ഥികളെ 30ഓളം പെൺകുട്ടികളെയും 30ഓളം ആൺകുട്ടികളെയും വരുന്ന ജില്ലാ കരാത്തെ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ട് ചെയ്യുന്നതാണ്. അതിൽ നിന്നും വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ വിജയിക്കാവുന്നതാണ്. അതിനുശേഷം ദേശീയ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ഏതൊരു വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിലും മത്സര രംഗത്ത് WKF-ന്റെ വേൾഡ് കരാട്ടയുടെ ആഗോളതലത്തിലുള്ള അംഗീകൃത ബോഡിയുടെ പേരാണ് വേൾഡ് കരാട്ടെ ഫെഡറേഷൻ. വേൾഡ് കരാട്ടെ ഫെഡറേഷൻ്റെ ചാമ്പ്യൻഷിപ്പ് നിയമപ്രകാരമുള്ള ചാമ്പ്യൻഷിപ്പുകളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഏതൊരു വിദ്യാർത്ഥിക്കും വിജയിക്കണമെന്നുണ്ടെങ്കിൽ, മത്സര രംഗത്ത് കടന്നു വന്ന് അംഗീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മത്സര പരിചയം വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ജില്ലാ കരാത്തെ ചാമ്പ്യൻഷിപ്പിലേക്കൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു പരീക്ഷ കൂടിയാണ് നമ്മളിന്ന് ഇവിടെ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പിന് എല്ലാവിധ ആശംസകളും. ഇവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വരുന്ന ദേശീയ കരാത്തെ ചാമ്പ്യൻഷിപ്പിലും അതിനുശേഷം നടക്കുന്ന ഏഷ്യൻ കരാത്തെ ചാമ്പ്യൻഷിപ്പിലും ഒക്കെ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഷിറ്റോറി കരാട്ടെ ഇൻ്റർനാഷണൽ സ്പോർട്സ് കരാട്ടെ അക്കാദമിയുടെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ജില്ലാ കരാട്ടെ ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ നടക്കുന്നത്. ഈ ചാമ്പ്യൻഷിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക് ഒരു പരിശീലനം കിട്ടുക, അതോടൊപ്പം അവർക്കൊരു മത്സര എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. ഇതിൽ നിന്നും മെഡൽ നേടുന്ന കുട്ടികളെ നമ്മുടെ ഒക്ടോബർ 20 നടക്കുന്ന ജില്ലാ കരാട്ടെ അസോസിയേഷൻ്റെ ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതിൽ നിന്ന് സെലക്ഷൻ കിട്ടുന്ന കുട്ടികളെ നവംബറിൽ നടക്കുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം നമ്മുടെ ഈ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് സ്കൂളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ്സായ ഏഷ്യൻ കരാട്ടെ ജഡ്ജായ കോശി എസ് അൻകുമാർ മാഷും അതുപോലെ കോശി GK പ്രദീപ് മാഷും അതോടൊപ്പം കൊല്ലം ജില്ലയിൽ നിന്നും തിരുവനന്തപുരം ജില്ലയിൽ നിന്നും എത്തിയിട്ടുള്ള ജഡ്ജസ് ഡബറിമാരാണ് ഈ മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഉച്ചയ്ക്ക് ശേഷവും രാവിലെയുമായിട്ട് 300ഓളം കുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ മെയിൻ ഡോജോ, സെൻട്രൽ ഡോജോ എന്ന് പറയുന്നത് റാന്നി ഇട്ടിയപ്പാറ മാടപ്പള്ളി ബിൽഡിങ്ങിൽ മാതാ സിൽക്ക് ഹൗസിൻ്റെ മുകളിലാണ്. അവിടെ ആഴ്ച 2 ദിവസമാണ് ക്ലാസ്സുകളുള്ളത്. ഞായർ വ്യാഴം
വൈകിട്ട് 5 മുതൽ 6:30 വരെയാണ് ക്ലാസ്സിൻ്റെ ടൈം. അപ്പോൾ നമ്മളിതൊരു മത്സരം മാത്രമായിട്ടല്ല, കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഫിറ്റ്നസ്സൂടെ ഇതിലൂടെ ഉയർത്തിയെടുക്കുക, അവരുടെ കഴിവ് പുറത്തേക്ക് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഈ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.